നമസ്കാരം. എൻ്റെ പേര് സുനിൽ. ഞാൻ ഒരു ഓഫ്താൽമോളജിസ്റ്റാണ്. കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകം നമ്മളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു അത്ഭുത മുറിയാണ് യഥാർത്ഥത്തിൽ കൺസൾട്ടേഷൻ റൂം. നമുക്ക് ലോകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്തിൽ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നതിലാണ് ഈ ഒരു ടോക്ക് നടത്തുന്നത്. പല പ്രശ്നങ്ങളുമായിട്ടാണ് രോഗികൾ സമീപിക്കുന്നത്. പ്രശ്നങ്ങൾ ശാരീരികമാണെങ്കിലും യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്ന വിഷമങ്ങൾ അവർക്ക് പറ്റാവുന്ന ഭാഷയിൽ അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ കേൾക്കുകയാണെങ്കിൽ രോഗത്തിൻ്റെ വലിയൊരളവ് കുറയും എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. നമ്മൾ ശരിക്കും കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവം വേണ്ടത്? നമ്മളെപ്പോഴും കേൾക്കുന്നത് പലപ്പോഴും ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. രോഗി എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിന് തിരിച്ചുള്ള ഉത്തരങ്ങൾ പറയാനും രോഗനിർണയം നടത്താനും ഉള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ഡോക്ടറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് ഡോക്ടർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ. ഇതെല്ലാം ഭൂതകാലങ്ങളാണ്, പാസ്റ്റാണ്. രോഗി പ്രസൻറ്റിലാണ് നിൽക്കുന്നത്, വർത്തമാനകാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ രോഗനിർണയം നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചികിത്സ അറിയാതെ തന്നെ തുടങ്ങുന്നു, ഡയഗ്നോസിസിലെത്തുന്നു. ഇതെല്ലാം ഭൂതകാലത്ത് നിന്നാണ് സംഭവിക്കുന്നത്. ശരിയായിട്ട് അർത്ഥത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഭൂതകാലം നമ്മുടെ തീരുമാനങ്ങളിൽ ഇടപെടാതെയാവണം എന്നാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ഉള്ളിലൊരു ശൂന്യത സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്, ഒരു വാക്വറ്റി. ഒരു വിധത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ള ആക്സെപ്റ്റൻസിൽ എന്തും സ്വീകരിക്കാൻ തയ്യാറായിട്ട്, കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ അവരിൽ കുറേ രോഗശമനം വന്നു ചേരുന്നു. മരുന്ന് കൊടുക്കുന്നത് അതിന് ശേഷമുള്ള ഒരു ചെറിയൊരു പ്രവൃത്തി മാത്രമാവുന്നു. നേരെ മറിച്ചിട്ട് രോഗം കേൾക്കാതെ, വിഷമങ്ങൾ കേൾക്കാതെ ചികിത്സ തുടങ്ങുകയാണെങ്കിലോ രോഗിക്ക് സമാധാനം കിട്ടുന്നില്ല. രോഗി പലപ്പോഴും വരുന്ന കംപ്ലൈൻറ്റിനല്ല ചികിത്സ കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. രോഗി വരുന്നത് കണ്ണിൽ വെള്ളം വരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് നോക്കാതെ രോഗിക്ക് തിമിരമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ കാഴ്ചശക്തിനെ ബാധിക്കുന്ന എന്തോ അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ചികിത്സ കൊടുക്കുകയാണ്. രോഗിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? കണ്ണിൽ നിന്ന് വെള്ളം വരിക, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ഒരു മനോവിഷമം, എനിക്ക് ആകെ മനസ്സിനൊരു വിഷമം, ഇത് ആലോചിച്ചുള്ള വിഷമം. അപ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടത് എവിടെയാണ്? പലപ്പോഴും രോഗിക്ക് അറിയാം അവർ വരുന്ന രോഗത്തിന്, അവർ കൊണ്ടുവന്ന രോഗത്തിന് ഫുൾ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നവർക്കറിയാം. ചില രോഗങ്ങൾക്ക് ചികിത്സയില്ല, അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ അറിവല്ല. അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അവർ കേൾക്കാനല്ല ആഗ്രഹിക്കുന്നത്, അവർക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിലൊരു ശൂന്യത, ഒരു വാക്വിറ്റി സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പോൾ രോഗി കടന്നു വരുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു വെൽക്കമിങ് ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ ഒരു അതിഥി കാണാൻ വന്നിരിക്കുന്നു. അതിഥി ദേവോ ഭവ എന്ന് ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നു. എങ്ങനെയാണ് അതിഥിയെ സ്വീകരിക്കേണ്ടത്? ചിരിച്ച് വെൽക്കം ചെയ്യൂ. ഭക്ഷണം കഴിച്ചോ, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കൈ പിടിച്ചിട്ട് കൊണ്ടുവരിക, കസേരയും ഇരിക്കുക. അപ്പോൾ കൂടെ വന്ന ആൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. അതും എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. രോഗി ഒറ്റയ്ക്ക് കടന്നു വരുന്നു, ചില വടിയും കുത്തിയിട്ടാവും വരുന്നത്. അപ്പോൾ സിസ്റ്ററെ നമുക്ക് പറയാം, സിസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് എണീറ്റ് നിൽക്കാം. ഒരു പ്രായമുള്ള ആളാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും സഹായിക്കാൻ. ഒന്ന് എണീക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്യാൻ. ഇരിക്കൂ, എന്താണ് സുഖല്ലേ, രാവിലെ ഭക്ഷണം കഴിച്ചോ, ഇപ്പോൾ എന്തിനാണ് വന്നത്? അപ്പോൾ ഉടനെ തന്നെ അവർ കയ്യിൽ നിന്ന് ഫയൽ പുറത്തേക്കിടും. അത് എടുക്കുക, സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക, മാറ്റി വയ്ക്കുക.
എന്താണ് വിഷമം എന്ന് പറയും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ തുടങ്ങുന്നത് പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് എന്നുള്ള ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. പലപ്പോഴും ഇത് വിസ്മരിച്ച് പോകുന്നു. പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്, എന്തുകൊണ്ടാണ് രോഗി അവിടെ വന്നിരിക്കുന്നത്, ഇത് പറയേണ്ടത് ആരാണ്? രോഗിയാണ് പറയേണ്ടത്, കൂടെ വന്നവരല്ല പറയേണ്ടത്. അപ്പോൾ ഫയലുകൾക്ക് അവിടെ പ്രാധാന്യമില്ലാണ്ടായി മാറി. അവർ വന്നത് എന്തിനാണ്, ഇപ്പോൾ എന്തിനാണ് കടന്നു വന്നിരിക്കുന്നത്, അത് കേൾക്കുക. എന്നിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് പരിശോധന തുടങ്ങുക. അപ്പോൾ രോഗിയെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ കേൾക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെപ്പ്. ഒരു വിറ്റ്നസ്സിൻ്റെ രൂപത്തിൽ ഒരു തരത്തിലും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഇരിക്കാൻ പഠിക്കണം. രോഗിയുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പഠിക്കണം. രോഗിക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ട്, പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കുട്ടികൾക്ക് ഇരിക്കാൻ അവർക്ക് രസകരമായിട്ടുള്ള പടങ്ങളും ഡോൾസും എല്ലാം വയ്ക്കുന്നത്. എന്തിനാണ് പറ്റിയൊരു അന്തരീക്ഷം. ഈ കുട്ടി പരിശോധിക്കാൻ സമ്മതിക്കില്ല. ഇതുപോലെ തന്നെയാണ് വലിയ ആൾക്കാരും. ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അതിന് സൗകര്യം ഒരുക്കി കൊടുത്താൽ അയാൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആയി, അയാളുടെ കംപ്ലയിൻറ്റ്സ് പറയാൻ തയ്യാറാവുന്നു. അപ്പോൾ അത് കേൾക്കാൻ മനസ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രസൻ്റ് ആവുന്നു. ഇല്ലെങ്കിൽ നമ്മൾ പ്രസൻ്റ് അല്ല, നമ്മൾ പാസ്റ്റാണ്, ഭൂതകാലമാണ്. നമ്മൾ 100% അവിടെ പ്രസൻ്റ് ആവുന്നു. നമ്മളും അവരും കണക്റ്റഡ് ആവുന്നു, റെസനേറ്റ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേറ്റിലേ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നമുക്ക് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സജഷൻസ് കൊടുക്കാം. അവർ എടുത്തിട്ടുള്ള മരുന്നുകളെ പറ്റി ചോദിക്കാം. അത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന മരുന്നുകൾ റിപ്പീറ്റേഷനായിരിക്കും, മുമ്പേ കഴിച്ച അതേ മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കിടക്കുന്ന കടലാസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ സ്നേഹത്തോടെ വീക്ഷിക്കുക, മാറ്റി വയ്ക്കുക. എപ്പോഴും രോഗിയെ ഫേസ് ചെയ്യണം. പലപ്പോഴും ഇപ്പോൾ കമ്പ്യൂട്ടർ സമ്പ്രദായം വന്നതിന് ശേഷം കമ്പ്യൂട്ടറിലേക്കാണ് നോക്കുന്നത്. അവിടെ റെക്കോർഡ് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ മെഷീനിലൂടെ പിക്ചേഴ്സ് എടുക്കാനും ഒക്കെയാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത്. പലപ്പോഴും ടെക്നീഷ്യൻസ് ഈ ഫങ്ഷൻ എടുത്ത് അവർ തന്നെ ചെയ്യുന്നു. ആ പേഷ്യൻ്റ് വരുന്നതിന് കുറേ പിക്ചേഴ്സായിട്ടാണ്, കുറേ പടങ്ങളും കുറേ റിപ്പോർട്ട്സും ആയിട്ടാണ്. റിപ്പോർട്ട്സും പടങ്ങളും അല്ല പേഷ്യൻ്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം അവർക്ക് കാണേണ്ടത് അവരെ വിഷമം അറിയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ശേഷം ആണ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടത്. കേട്ടതിന് ശേഷമേ സ്പർശിക്കാനും കൂടി പാടുള്ളൂ എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. കേൾക്കുമ്പോൾ നമുക്കെന്താണ് ഗുണം? മോഡേൺ സയൻസസ് ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു. ന്യൂറോളജിയിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന അതേ ഗുണം നമ്മൾ സ്നേഹത്തോടെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കാം. പക്ഷെ മെഡിക്കൽ പ്രൊഫഷനിൽ ഒരു അത്ഭുതമുണ്ട്. ലോകത്തിലുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും. കമ്പാഷനേറ്റ് ആയിട്ട് അനുകമ്പയോടുകൂടെ കേട്ട് കഴിഞ്ഞാൽ ആ അനുഭവം നമ്മുടെയും അനുഭവമായി മാറി നമ്മുടെ ബോധ വികാസം സംഭവിക്കുന്നു. ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്യുന്നു, സ്പിരിച്വലി ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഒരു കഥ പറയാം. ഒരിക്കൽ ട്വിൻസ്, വേൾഡ് വാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന 2 ട്വിൻസ് കുറേ കാലം കഴിഞ്ഞ് ടി വിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ അതിലൊരു ട്വിൻ തൻ്റെ വീടിൻ്റെ പുറകിൽ ബോംബ് പൊട്ടിയതും പട്ടാളക്കാർ വന്ന കഥയൊക്കെ പറയണം. അപ്പോൾ മറ്റേ ട്വിൻ വേറെ സ്ഥലത്താണ്. അവനിത് കേട്ടിട്ട്, ഈ ടി വി ഇൻ്റർവ്യൂ കേട്ടിട്ട് ഇവനോട് ചോദിക്കുകയാണ്, ആ സമയത്ത് നീയല്ലേ ഉണ്ടായി, ഞാനല്ലേ അവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ ശരിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണത് എൻ്റെ അനുഭവമായിട്ട് തോന്നിയത് എന്ന് ഈ ട്വിന്നിന് തോന്നി. കാരണം അവർ അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടിക്കാലത്ത് അത്രയും സ്നേഹത്തോടെയും ഇമോഷണലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ആ ഇൻഫോർമേഷൻ ഇവൻ്റേതായിട്ട് തന്നെ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് കമ്പാഷൻ ഉണ്ടാവുന്നത്. അമ്മ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തിൽ അമ്മയ്ക്ക് കുട്ടിയുടെ അനുഭവം സ്വന്തം അനുഭവമായിട്ട് മാറുന്നു. അമ്മയ്ക്ക് കുട്ടിയുടെ വേദന സ്വന്തം വേദനയായിട്ട് തോന്നും. അമ്മ കുട്ടിയുടെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ട് തോന്നും. അതുപോലെ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർക്ക് ഒരു രോഗി കംപ്ലയിൻറ്റ് പറയുമ്പോൾ കമ്പാഷനോട് കേൾക്കുമ്പോൾ ആ കംപ്ലയിൻറ്റും നമ്മളും യോജിച്ച് സംയോജനത്തിലാവുന്നു. അപ്പോൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. ഒരാൾക്ക് വിശക്കുന്നു, അത് മെഡിക്കൽ പ്രൊഫഷൻ്റെ ബന്ധപ്പെട്ടല്ല, വിശക്കുന്നു എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. എത്ര എളുപ്പമാണ്. ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, സംസാരിക്കാൻ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. വരൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നല്ല പറയുക, വരൂ ഭക്ഷണം കഴിക്കാം എന്നല്ല. കാരണം ഭക്ഷണം കഴിക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞു.
അതുപോലെ തന്നെ രോഗിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഒരു അറിവ് നമുക്ക് അറിയാതെ വന്നു ചേരുന്നു. കമ്പാഷനിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലിസണിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. ന്യൂറോളജിയിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയും. മനുഷ്യൻ്റെ സോഷ്യൽ കോൺഷ്യസ്നസ് വളരുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ ഈ തരത്തിലുള്ള മിറർ ന്യൂറോൺസ് വളരുന്നതിലൂടെയാണ്. പിന്നെ ലിസണിങ്ങിൻ്റെ വേറൊരു ഗുണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഭൂതകാലത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടേ മാറും. എല്ലാ റിസർച്ചസും സയൻറ്റിഫിക് റിസർച്ചസും അറിയാതെ തന്നെ ഭൂതകാലത്തിലേക്ക് കണക്റ്റഡാണ്. എപ്പോഴും അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ ഒരു ലിസണിങ് എന്നുള്ള കഴിവിലൂടെ ഒരു ഡോക്ടർ യഥാർത്ഥത്തിലുള്ളൊരു സയൻറ്റിസ്റ്റായിട്ട് മാറുന്നു. കാരണം ഭൂതകാലത്തിലേക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഓരോ വ്യക്തിയും പുതിയൊരു മനുഷ്യനാണ്. അയാളുടെ പ്രശ്നം പുതിയൊരു പ്രശ്നമാണ്. അയാൾക്ക് പറയാനുള്ളത് ആ സമയത്ത് അപ്പോൾ മാത്രം പറയണം. അത് ഇനി റിപ്പീറ്റ് ചെയ്യപ്പെടില്ല. നാളെ അത് ഉണ്ടാവില്ല, ഇന്നലെ അത് ഉണ്ടായിട്ടില്ല. അത് ഈ നിമിഷം മാത്രമുള്ളതാണ്. എല്ലാം ജെന്യൂനായിട്ടുള്ള പുതിയ പുതിയ ഇഷ്യൂസാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഈ നിമിഷങ്ങളിൽ നമുക്ക് വന്നു ചേരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്നത് സ്നേഹം മാത്രമാണ്. വേറെ ഒന്നും നൽകാൻ സാധിക്കില്ല. വേറെ എന്ത് നൽകിയാലും അത് ഇൻകംപ്ലീറ്റായി മാറുന്നു. മരുന്ന് കൊടുത്താലോ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ കൊടുത്താലോ സമാധാനം പൈസ കൊടുത്താലോ എന്ത് കൊടുത്താലും അതൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ തരത്തിൽ മുൻവിധികളില്ലാതെ കേൾക്കാൻ തയ്യാറാവണം. കേൾക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മുൻവിധികളും മാറ്റി നിന്ന് അവിടെ എത്തിച്ചേർന്ന ആരാണ്? പിന്നെ പ്രസൻസാണ്. പ്രസൻസിന് നമുക്ക് ഈശ്വരൻ എന്ന് പറയാം. പ്രസൻസ് അവിടെ വന്ന് നിൽക്കുമ്പോൾ, ആ പൂർണ്ണത അവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ തന്നെ അവിടെ ഒരു കമ്മ്യൂണിയൻ സംഭവിക്കുന്നു. അപ്പോൾ രോഗിയിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവർ വീണ്ടും അപ്രോച്ച് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശയും മുന്നോട്ട് പോകാനുള്ള മനോധൈര്യം വരുന്നു. ഒരു രോഗി കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു പ്രത്യാശയായിട്ട് ഇറങ്ങി പോകണം. അല്ലാതെ ഈ രോഗം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലല്ല. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളല്ല അവരെ ബാധിക്കേണ്ടത്. ഒരു പുതിയൊരു ഉണർവ് അവർക്ക് ലഭിക്കണം. ആ രീതിയിലായിരിക്കണം കൺസൾട്ടേഷൻ റൂംസ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ക്രമേണ ലോകത്തിൻ്റെ മാറ്റത്തിന് സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊരു മെഡിക്കൽ പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, മറ്റുള്ള ഏത് പ്രൊഫഷനും ഇത് ബാധകമാണ്. ഒരു ഷോപ്പ് കീപ്പർ ആയാലും വേണ്ടില്ല, ഒരു ഓഫീസിൽ എംപ്ലോയി ആയാലും വേണ്ടില്ല, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലെ ജോലിക്കാരൻ, ആർക്കും ഇത് ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല കേൾവിക്കാരാവാം. ഡോക്ടർ എലിസബത്ത് കുബ്ലർ റോസ് അവർ പറഞ്ഞിരുന്നത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവർ പറയുന്നത് ലോകത്തിലെല്ലാവരും കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത് കേൾക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.